ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സിമെന്റിന്റെ ക്വാളിറ്റി അല്ല. ഈ ക്വാളിറ്റി അല്ല, നമ്മളിപ്പോ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? സിമെന്റും മണലും ഒരു നിശ്ചിത റേഷ്യോയില് 1:4, 1:5 അല്ലെങ്കിൽ 1:6 എന്ന് പറയുന്ന ഒരു റേഷ്യോയില് നമ്മളിത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് തേക്കുന്നത്. ഈ മിക്സ് ചെയ്യുന്നതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സാൻഡാണ്. 1:5 എന്ന് പറയുമ്പോൾ അതിൽ 5 ഘടകങ്ങളും സാൻഡാണ്. ആ സാൻഡിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺട്രോളും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലല്ല. നമ്മളിപ്പോ ഒരു സാധനം പുറത്തുനിന്ന് മേടിക്കുന്നു, അത് സിംഗിൾ വാഷാന്ന് പറയുന്നു, ഡബിൾ വാഷാന്ന് പറയുന്നു, അവന്റെ ഗ്രേഡിംഗ് എന്ന് പറയുന്നതിന് എന്തോ ഒരു ഗ്രേഡിംഗ് പറയുന്നു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വളരെ ലിമിറ്റഡ് കൺട്രോളേ ഉള്ളൂ. അത് മാത്രോ സിമെന്റും ഈ പീ സാൻഡും ഏകദേശം ഒരേ കളറിലാണ് വരുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് പോലും ശരിയാണോ എന്ന് പറയുന്നത്? ഇപ്പൊ റിവർ സാൻഡും സിമെന്റും ഒക്കെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് കളർ ഡിഫറൻസ് എങ്കിലും ഉണ്ട്. ഇത് സെയിം കളറിൽ ഇരിക്കുന്ന രണ്ട് സാധനം മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പരിധി കൂടുതൽ ഇതിന്റെ കളറിനെ കുറിച്ച് ഫൈനൽ പ്രോഡക്റ്റ് ഇന്ന റേഷ്യോയിലാണ് വന്നതെന്നൊക്കെ പറയാൻ പറ്റുക? കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ PJ എന്നുള്ളതല്ല, ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും ഡ്രൈ മിക്സ് മോർട്ടർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഒരു ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ കഴിഞ്ഞ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് നമ്മൾ മാനുവലി സിമെന്റും മണലും മിക്സ് ചെയ്യുന്നതിനേക്കാളും എന്ത് തന്നെയാണെങ്കിലും ബെറ്റർ ആയിരിക്കും.